അന്തംകമ്മി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുക്കിയതെന്തിന്? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കളിക്കാനിരിക്കുകയല്ലോ ഇല്ലേ? കോടതി ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ആ കൺസേൺ പാർട്ടീസിന് അത് ബൈൻഡിങ് ആണ്, അത് അനുസരിച്ചേ പറ്റൂ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പിൽ ചെന്ന് അത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും എല്ലാം ഏകകണ്ഠമായി അത് ഉത്തരവിറക്കി അത് പബ്ലിഷ് ചെയ്തേ പറ്റൂ എന്ന് ഇല്ലേ? പബ്ലിഷ് ചെയ്യുന്നത് എന്തിനാ? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്താൽ മതിയെന്ന്. പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പബ്ലിഷ് ചെയ്താൽ മതി, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയത്. വെൻ എ കോർട്ട് ഓർഡർ കംസ് ദറ്റ് ഇറ്റ് ഹാസ് ടു ബി പബ്ലിഷ് എന്ന ആ റിപ്പോർട്ടാണ്, ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? തലയും വാലും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ 3.5 കോടി എന്തിനാ പബ്ലിക്കിൻ്റെ? ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാൻ പറയുന്നത് കോടതി. അപ്പോൾ ഈ തലയും വാലും ഇല്ല, പറഞ്ഞ അക്യൂസ് ചെയ്തവരുടെ പേരില്ല, വേട്ടക്കാരൻ്റെ പേരില്ല, ഇരകളുടെ പേരില്ല, ആരുടെയും പേരില്ല. ഓക്കെ, ഇരകളുടെ പേര് പബ്ലിഷ് ചെയ്യണ്ട, ഒരു സ്വകാര്യത കുറച്ച് കാലത്തേക്ക് അത് നിൽക്കും, അത് നാളെ ആയാലും അത് പബ്ലിഷ് ആവും. അപ്പം അങ്ങനെയുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്തു ഇല്ലേ? എന്ത് വേണ്ടി മാർഗ തടസ്സങ്ങളുണ്ടാക്കി ഹൈക്കോടതിയിൽ ചെന്ന്, എന്നിട്ട് പബ്ലിഷ് ആക്കിയപ്പോഴത്തേക്ക് ഇത് എന്തിനാ, ആർക്ക് വേണ്ടി ഇത് ഇറക്കിയത്? ഞങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കിന് 3.5 കോടി ജനങ്ങൾക്ക് ഞങ്ങൾ പബ്ലിക്കിൻ്റെ പൈസ എടുത്ത്, പബ്ലിക്കിൻ്റെ കാശെടുത്ത് 1 കോടിയോ 1.5 കോടിയോ എന്താ കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനാ? ഫോർ വാട്ട് റീസൺ? ഞങ്ങൾ വി ഡോണ്ട് വാണ്ട് ടു സീ സച്ച് എ റിപ്പോർട്ട്. ബിക്കോസ് അതിനകത്ത് പ്രതിയില്ല, വാദിയില്ല. അങ്ങനെയുള്ള റിപ്പോർട്ട് നമ്മൾ കാണുന്നത് എന്തിനാണ് പിന്നെ നമ്മൾ പൈസ ഇത്രയും ചിലവാക്കിയത്? സോ അങ്ങനെയുള്ള റിപ്പോർട്ട് ഇറക്കിയതിന് ആദ്യം കൾപ്പബിൾ ആവുന്ന സർക്കാരാണ്. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൈ കൊടുത്തിട്ട് 4.5 വർഷമോ 5 വർഷമോ ആവുന്നെന്ന് പറഞ്ഞ് എന്തിനാണ് അതിൻ്റെ പുറത്ത് അടയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, ഇത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ അടയിരിക്കുന്നത്? അവസാനം ഒരാൾ കോടതി അത് പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിടുന്നത് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരാണ് ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കോഗ്നൈസബിൾ, ഇതിന് ഉത്തരവാദി, ഇതിൽ അക്കൗണ്ടബിൾ ആണ് സർക്കാർ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഈ WCC എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം ലേഡീസ്, സിനി ആക്ടേഴ്സും അവരെല്ലാം കൂടെ ചേർന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതിയായിട്ട് ചെന്നതും അദ്ദേഹം ഒരു കമ്മിറ്റി ഫോം ചെയ്തതും ഈ ഹേമ കമ്മിറ്റി ഉണ്ടായതും ഇത്രയും കോടി രൂപ ചിലവാക്കിയതും റിപ്പോർട്ട് വന്നത്. എന്താ ഈ സ്ത്രീകൾക്ക് ബുദ്ധിയില്ലേ? ഇവരിങ്ങനെ ഒരു ആണുങ്ങളുടെ, ഇപ്പം ആണുങ്ങളാണല്ലോ സെക്ഷൽ ഒഫൻസ് നടത്തുന്നത്, അപ്പോൾ അവരെ പേരിൽ ഇങ്ങനെ, അതും രാജാക്കന്മാർ. കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താ? 15 മെമ്പർ പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മാഫിയ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെതിരെ പോയി പരാതി വിടുമെന്ന് ഇവർക്ക് ബുദ്ധിയില്ലേ? ഇവർ അറിയത്തില്ലേ? ഇപ്പം തന്നെ ഒരു ഫേമസ് നടിയുടെ പേരിൽ ഒരു ഫേമസ് നടൻ ഇതാക്കാൻ വേണ്ടി അവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ആ കേസ് ഇപ്പോഴും നടക്കുന്നത്. ആ നടിയും കയറി ഇറങ്ങി നടക്കുകയല്ലേ കോടതിയിൽ? അപ്പോൾ അത് തന്നെ അവർക്ക് ചൂണ്ടുപലകല്ലായിരുന്നോ? ഇത് ഇന്നാലും നാളെ ആയാലും നമ്മൾ കോടതി ചെന്നേ പറ്റത്തുള്ളൂ ഇവരെയൊക്കെ ശിക്ഷിക്കണമെങ്കിൽ. എന്നിട്ട് ഇപ്പം കൊണ്ടുപോയി മൊഴിയും കൊടുത്ത്, പേരും കൊടുത്ത്, പെൻഡ്രൈവും കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് ഇപ്പം പറയാം ഞങ്ങളെ വിളിക്കല്ലേ എന്ന്. ഹൗ കൻ ദേ സിറ്റ് അറ്റ് ഹോം? ദേ കാൺ സിറ്റ് അറ്റ് ഹോം ഫോർ സം ടൈം. കുറച്ച് നേരത്തേക്ക് അവർക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ ആദ്യം പിന്നെ കുറ്റം പറയേണ്ടത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ്. ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് എൻ ഓർഡിനറി വുമൺ. She was holding a high position. She was a judge of the Honorable High Court. അപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് കോടതി തന്നെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ. എന്നിട്ട് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കെന്തോ അവരെഴുതി കൊടുത്തതല്ല വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ. അപ്പോൾ ഷീ ഷുഡ് കം ഔട്ട് ആൻഡ് ടെൽ നോ ദിസ് ഇസ് നോട്ട് ദ റിപ്പോർട്ട്, ദിസ് ഇസ് ദ റിപ്പോർട്ട്, ഇതൊരു പാർട്ടാണ്, എൻ്റെ റിപ്പോർട്ടിൻ്റെ പാർട്ടാണ്, ഇത് ഫുൾ റിപ്പോർട്ടാണ്, ഇത് പരസ്യപ്പെടുത്തേണ്ടതെന്ന് പുള്ളിക്കാരി വെളിയിൽ വന്ന് പറയണ്ടേ? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, ആർട്ടിക്കിൾ 14 ഭരണഘടന തന്നെ പറയും. എന്തിനാ പിന്നെ ഇതൊക്കെ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്നത്? എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണെന്ന്.
അപ്പോൾ ഷീ ഷുഡ് കം ഔട്ട് ആൻഡ് ടെൽ നോ 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 ഇതല്ല എന്ന് പറയണ്ടേ. ഇന്ന് വരെ അവർ വാക്കുമുണ്ട്. ഇത്രയും വലിയ കോലാഹലം കേരളത്തിൽ നടക്കുന്നു ഇല്ലേ ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത്. എന്നിട്ട് ഷീ ഷുഡ് കം അത് ക്ലാരിഫൈ നോ നോ ദിസ് ഇസ് ദി റിപ്പോർട്ട് ഫുള്ളല്ല, ഈ റിപ്പോർട്ട് പാർട്ടിലാണ്. ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ളവരും ഇരകളും വേട്ടക്കാരും എല്ലാം ഉണ്ടെന്ന് പറയണ്ടേ. പുള്ളിക്കാരി പറഞ്ഞില്ല. ഞാൻ കോടതിയിൽ പോവുകയാണെങ്കിൽ നാളെ ഐ വിൽ ഹാവ് ടു ഹോൾഡ് ഹെർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ നോട്ട് ടെല്ലിങ് ദാറ്റ് ദിസ് ഇസ് നോട്ട്. കോടതി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞ കാര്യം പാർട്ടായിട്ട് അത് തന്നെ ഒരു നെഗ്ലിജൻസാണ്. കോടതിയോട് കാണിക്കുക കൾപ്പബിൾ നെഗ്ലിജൻസാണ്. അപ്പം അങ്ങനെ അപ്പോൾ പുള്ളിക്കാരി നമ്മളെ കണക്കൊരു ഓർഡിനറി പേഴ്സൺ അല്ലല്ലോ. ഷീ മസ്റ്റ് കം ആൻഡ് ടെൽ ഷീ ഹാസ് നോട്ട് ഓൾസോ സോ ഷീ ഈസ് ഓൾസോ ഹെൽഡ് അക്കൗണ്ടബിൾ. വൈ ഷീ നോട്ട് കം സ്റ്റിൽ ഷീ ക്യാൻ കം ആൻഡ് ടെൽ ദിസ് ഇസ് നോട്ട് ഇതല്ല റിപ്പോർട്ട് ഫുള്ളായിട്ട് ഇറക്കണമെന്ന് പറയണം. അത് പറയുന്നില്ല. രണ്ടാമത്തെ ഇത്. മൂന്നാമത്തെ ഇത് ഈ WCCയിലെ മെമ്പർമാർ. ഈ WCCയിലെ മെമ്പർമാർ ഇവർ പോയി പറഞ്ഞേ പറ്റൂ. ആർക്ക് പറഞ്ഞേ പറ്റൂ? ഇത് ഇന്നല്ലേ നാളെ ആയാലും ഇവർ ഈ പേരുകൾ പുറത്ത് വിട്ടേ പറ്റൂ. എന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ നാളെ കോടതി പോകാനായിട്ട് തന്നെ ഇപ്പോൾ DGPക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരാതിയുടെ പുറത്ത് DGP IDGP കൊടുത്തിട്ടുണ്ട്. മേൽ നടപടിക്കെന്ന് പറയും എനിക്ക് റെക്കോർഡിക്കലായിട്ട് എനിക്ക് കിട്ടി കോടതി കൊടുക്കാൻ. ഇഫ് ദ DGP ഡസ് നോട്ട്, പിന്നെ ഇത് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ്, അത് സെക്ഷൽ ഒഫൻസ് ഒക്കെ DGP എൻ്റെ പരാതിയുടെ പുറത്ത് നടപടി എടുത്തില്ലേ ഐ വിൽ ഗോ ആൻഡ് ടെൽ ദ കോർട്ട് ദാറ്റ് ഈവൻ ദോ ഇറ്റ് ഇസ് എ കോഗ്നൈസബിൾ ഒഫൻസ് DGP ഈസ് നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ ഹി വിൽ ഓൾസോ ബി ഹെൽഡ് അക്കൗണ്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെ ഇത് കോടതി വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ WCC പെണ്ണുങ്ങൾ എന്തോന്ന് സ്വകാര്യത? ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം. സ്വകാര്യതയില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നല്ലേ നാളെ ആയാലും എവിടെയെങ്കിലും ഞാൻ ഇത് മൊഴി കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എഴുതി കൊടുത്തേ പറ്റൂ. 164 സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവർ കൊടുക്കേണ്ടി വരുന്ന ആളെ കോടതിയിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് ആര്? സർക്കാർ. ഇപ്പോൾ എനിക്ക് ഒറ്റ വാക്കിലൊരു ഉത്തരവ് അറിയണം. ഈ ഹേമ കമ്മീഷൻ ഈ 1,18,00,000 രൂപ മുടക്കി ഈ 4 വർഷം കൊണ്ട് അന്വേഷിച്ചതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം, അല്ലെ ആർക്ക് എന്ത് ദോഷം? ഒറ്റ വാക്കിലോ ഒരു സെൻറ്റൻസിലോ പറ. ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ ചോദിച്ചോ? ഇരകൾക്ക് നീതി കിട്ടിയോ? ഇതിനകത്ത് വേട്ടക്കാരെ ശിക്ഷിച്ചോ? എന്ത് കിട്ടി? എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് സർക്കാർ ഒരു കമ്മീഷൻ വെച്ചത്? ഈ സ്ഥാനത്ത് ഈ വേട്ടക്കാരുടെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അവൻ്റെ പേര്, അവൻ്റെ ഫോട്ടോ, അപ്പൻ്റെ പേര്, വീടിൻ്റെ അഡ്രസ്സ്, സർവേ നമ്പർ, ലാൻഡ്മാർക്ക്, വാട്സപ്പ് ലൊക്കേഷന്, ഇതെല്ലാം വെച്ച് അവന്മാർ പബ്ലിസിറ്റി തന്നെ വരുന്നല്ലോ. ചാനൽ മുഴുവനും പുറകെ പണ്ട് സരിതയുടെ ക്ലിപ്പെടുക്കാൻ പോയ പോലെ ഇതേ കാർ ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നു. ചാനലുകാരുടെ 4 കാറ് തൊട്ട് പുറകെ. എത്ര ചാനലുകാരെ പുറകെ പോയത് സരിതയുടെ ക്ലിപ്പെടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ഒരന്തവും കുന്തവും ഇല്ലാത്ത ഈ കമ്മീഷനെ വെച്ചിട്ട് സർക്കാരിന് ഇത്രയും പൈസ മുടക്കി എന്താണ് നേട്ടമുണ്ടായത്? ആർക്ക്? സർക്കാരിന് വേണ്ട, പബ്ലിക്കിന്, ഇരയ്ക്കോ വേട്ടയ്ക്കോ ആർക്കെങ്കിലും ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.